വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് ഏത് വിധത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. പക്ഷേങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. പക്ഷെ ചേർക്കുന്ന മസാലകളിൽ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കോട്ടായിട്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ മുറിച്ചെടുത്താൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെയും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ കിട്ടണമെന്നേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇത് ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവൻ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വെക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 5 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയുള്ളി കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോള നമ്മൾ വഴുതനങ്ങ അരിഞ്ഞെടുത്ത പോലെ തന്നെ അതേ നീളത്തിലും വലുപ്പത്തിലും അരിഞ്ഞെടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് സവാള വഴറ്റുമ്പം തന്നെ നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അധികം നേരം വഴറ്റിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയാവും. ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എരിവ് അധികമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ വെതറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട പോലെ തന്നെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ സമയം വേണ്ടു ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാകും. ആദ്യത്തെ ഒരു 1-2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരം കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മളെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടിയാലോ അടിപൊളിയായിരിക്കും. അധികം കുഴഞ്ഞൊന്നും പോകാണ്ട് ഈ രീതിയിൽ നമുക്ക് വഴുതനങ്ങ ചെയ്തെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്